ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഈ ഒരു വെക്കേഷന് ഞങ്ങൾ ഫാമിലിയായിട്ട് ആന്ധ്രയിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് വീഡിയോ ഒന്ന് വ്ളോഗൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചൊന്നുമല്ല. പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആന്ധ്രയിൽ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ മുല്ലപ്പൂവൊക്കെ കണ്ടപ്പോൾ ഞാനും ചേച്ചിയും എന്താ പറയുക വേറെ ലോകത്തെത്തിപ്പോയി. അപ്പോൾ അങ്ങനെ ഞാൻ വെച്ചെന്നാൽ കുറച്ച് വീഡിയോസ് എടുക്കാം. കാരണം ഭയങ്കര വാലും തലയൊക്കെ കുറവായിരിക്കും വീഡിയോയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ആന്ധ്രയിൽ അവിടുത്തെ മാർക്കറ്റിൽ കൂടി ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ എല്ലാം കാണാം. ഇതാണ് കേട്ടോ അവിടുത്തെ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ബാംഗ്ലൂരേക്കൊക്കെ ഉള്ള ബസ് ഉണ്ടാവുക. പുങ്ങന്നൂർ, ആന്ധ്രയിൽ പുങ്ങന്നൂരാണ്. ഞങ്ങൾ ട്രെയിനിനാണ് വന്നത്. ഞങ്ങൾ കാട്ട്പാടി ഇറങ്ങിയിട്ട് അവിടുന്ന് ചിറ്റൂർ ബസ്, ചിറ്റൂർ ടു പുങ്ങന്നൂർ അങ്ങനെ വന്നിരിക്കുന്നത്. ഞങ്ങൾ വരുമ്പോൾ ഞാനും അമ്മ, ചേച്ചി, 2 ചേച്ചിമാരും മക്കളും അത്രയേ ഉള്ളൂ. വേറെ ആണുങ്ങളോ ഹസ്ബൻഡ്സ്മാരോ ആരുമില്ല, ഏട്ടന്മാരൊന്നുമില്ല കേട്ടോ. പിള്ളേരും ഞങ്ങളും പെൺപടകൾ ഇങ്ങനെ ഇറങ്ങിയ കേട്ടോ. വല്യമ്മേൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് ഇവിടെ ആന്ധ്രയിലുള്ളത്. അത് ഭാരതി ബസ്. ഞങ്ങൾ അൽസു, യുവി ഇവരെ രണ്ടുപേരെ ഞങ്ങൾ കൂട്ടത്തിൽ ആൺകുട്ടികളായിട്ടുള്ളൂ കേട്ടോ. പിന്നെ വല്യമ്മേൻ്റെ മോനുണ്ട് ശ്രീനിയുടെ ഫ്രണ്ട് കസിനുണ്ട് വിഷ്ണു. നമ്മൾ വെറുതെ ഒരു 5-6 കിലോമീറ്റർ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. മുല്ലപ്പൂ കണ്ട നിങ്ങൾ വരയ്ക്കും ഇതെന്താ മുല്ല ആദ്യമായിട്ട് കാണാം, അങ്ങനെയൊന്നുമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു മുല്ലപ്പൂ കണ്ട ഏതൊരു പെണ്ണുങ്ങളും അവിടെ ഫ്ലാറ്റായി വീഴും. അങ്ങനെ ഇതാണ് കേട്ടോ അച്ഛൻ്റെ പെങ്ങൾ. ഞാൻ പറഞ്ഞ ശ്രീനിയുടെ ഫ്രണ്ടും. അവിടെ ഒരു മാരിയമ്മൻ കോവിലുണ്ട്, വല്യമ്മ സ്ഥിരം പോകുന്നൊരു അമ്പലമാണേ. അപ്പം അവിടെ കയറി തൊഴുതു. ചേച്ചിയാണത്. എൻ്റെ അഹിമോനുണ്ട് കൂടെ. ഞങ്ങൾ ചുമ്മാ വെക്കേഷന് ഒരു 10 ദിവസം ട്രിപ്പിന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ 2-3 മാസം മുന്നേ ഞങ്ങൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഒരു 2 ദിവസം നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയി. അച്ഛൻ്റെ ഈ പെങ്ങളെ മോളേച്ചി ബാംഗ്ലൂരാണ്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ. പക്ഷെ ഞാനൊരു വ്ളോഗ് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചതല്ല. ഫ്രീ ആയിട്ട് ഇവരെ ഇവിടെ ഇങ്ങനെ നടക്കാം. കാരണം ഞാനിപ്പോൾ വ്ളോഗിങ്ങിലൊക്കെ വളരെ പിന്നിലോട്ട് മാറിപ്പോയി. അങ്ങനെ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് തന്നെ കുറേ മാസമായി. അമ്മ, ചേച്ചിയുടെ മോള്, വേറൊരു ചേച്ചിയുടെ മോന്, എൻ്റെ മോനെ. അപ്പോൾ ആ സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതും വോയിസ് ചെയ്യുന്നതൊക്കെ ചേച്ചി മോള്, അച്ഛൻ്റെ പെങ്ങളെ മോനും, അത്രയും ഒരു കസിൻ ബ്രദറും, പിന്നെ എൻ്റെ മോനും. ഇപ്പം ഞാൻ ഓണായി വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം. വല്യമ്മൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ ഇതിനെപ്പറ്റി വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് എത്ര ഓർമ്മയില്ല. പക്ഷെ ഭയങ്കര നോയ്സ്. ഞങ്ങൾ ആന്ധ്ര തെരുവിലൂടെ നടക്കാട്ടോ. ഇവിടെ ഒരു പഴയ കൊട്ടാരുണ്ട്. ഞാൻ എപ്പോഴോ വീഡിയോ എടുക്കുന്നതിന് മുന്നേ അവിടേക്കുള്ള പോക്കാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു കൊട്ടാരം, അതിൻ്റെ അവിടെ ഒരു വലിയൊരു അമ്പലമുണ്ട്, ഇങ്ങനെ കുളമൊക്കെ ഉള്ള. പക്ഷേ ഞങ്ങളിവിടെ പകൽ വന്നില്ല കേട്ടോ. ഞങ്ങൾ വന്ന് പകൽ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങി. അത് ലേറ്റായി ഇറങ്ങാം. അപ്പോൾ ഇവിടുത്തെ രാത്രി. അത് കഴിഞ്ഞിട്ട് കൊട്ടാരം, ഇതൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ മുമ്പ് ചെയ്ത ആന്ധ്രയിൽ വന്നപ്പം. അതിനുശേഷം കുറേ നാളെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. പക്ഷേ ഈ ഒരു ട്രിപ്പിന് ഭയങ്കര സുഖമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം മൊത്തം കറങ്ങി. ബാംഗ്ലൂർ പോയിട്ടാണെങ്കിലും ആരും ഉണ്ടായിരുന്നു, ഞങ്ങൾ മാത്രം. ഗൂഗിളിൽ നോക്കും, മെട്രോയിൽ കയറും, ഞങ്ങൾക്ക് എവിടേക്കാണോ പോകേണ്ടത്. എവിടേക്കോ ഞങ്ങൾ പോയിട്ടുണ്ട്. ചെക്ക്പേട്ടിൽ, ശിവാജി നഗർ, ബാംഗ്ലൂർ പാലസിൽ, വിധാൻ സൗദ, അങ്ങനെ എവിടേക്കോ ഞങ്ങൾ പോയി. ബാംഗ്ലൂർ സ്ഥിരം പോകുന്നത്. പക്ഷേ ഞങ്ങളങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെ കബ്ബൻ പാർക്ക് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അങ്ങനെ പുറത്ത് പോകുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. ബാംഗ്ലൂർ എനിക്ക് തോന്നുന്നു ഒരു ദിവസം കണ്ട് ഒറ്റ ദിവസം ഒരു വീഡിയോ എടുത്തിട്ടുള്ളൂ. അതും ഇതുപോലെ വാലന്തലൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എനിക്ക് അഹിയും കൂടി ഉള്ളതുകൊണ്ട് പ്രോപ്പറായിട്ടൊരു വ്ളോഗ് ചെയ്യൽ, പിന്നെ രചിയേട്ടൻ കൂടെ ഇല്ല. അതുകൊണ്ട് അതൊന്നും നടന്നിട്ടില്ല. ഞങ്ങൾ എന്നെക്കൊണ്ട് ആകുമ്പോൾ കുറച്ച് വീഡിയോസ് അതിനെ എഡിറ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അങ്ങനെയും മടി പിടിച്ചിരിക്കുക. അങ്ങനെ ഞങ്ങൾ ആന്ധ്ര മൊത്തം ഒരുപാട് എത്രയോ കിലോമീറ്റർ നടന്നു വൈകി അവിടുത്തെ മുറുക്കും ചിക്കൻ പൊരിച്ചതും അങ്ങനെ കുറേ റോഡിൽ സൈഡിൽ കുറേ കിട്ടുന്ന സ്ട്രീറ്റ് ഫുഡുകളൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീടെത്താറായേ. ഓ ഇതാ വല്യമ്മൻ്റെ വീടാണ് കേട്ടോ. ഇതാണ് വീട്. അതിനടുത്ത് ബിഗ് ബസാറുണ്ട്, ട്രെൻഡ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. സൂപ്പറാണ്, സൂപ്പർ. ജ്യൂസ് കട, ചിക്കൻ കട, പാനിപ്പൂരി. ഇവിടെ ഇല്ലാത്തൊന്നുമില്ല, എല്ലാം ഉണ്ട്. പക്ഷെ ശ്രദ്ധിച്ച് കഴിക്കണം, അല്ലേ വയറുവേദന വരും, അല്ലേ ചോറിലിട്ടും. അങ്ങനെ ഞങ്ങളൊക്കെ നടത്ത കഴിഞ്ഞ് 6 മണിക്ക് നടക്കുക 8 കാലായി. കുറച്ചൊക്കെ ഇരുന്ന് പിന്നെ വല്യമ്മ ഒരു കടയില്ല. പിന്നെ ഞങ്ങൾ ഇഡ്ഡലി വാങ്ങാൻ നിന്നേ.
കഴിക്കൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇഡ്ഡലി വരും, അത് കഴിക്കണം. ഇവിടുത്തെ ഇഡ്ഡലിയും ചമ്മന്തിയും ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ്. അങ്ങനെ ദേ വീട്ടിലെത്തി. കാലൊക്കെ നല്ല പണിയൊക്കെ കിട്ടി. ഫുള്ള് നടന്ന് ഇഡ്ഡലി വരും. ഇഡ്ഡലി കഴിക്കാം. ഹിമാനിതാ കളിക്കാം. യുവിയുടെ